ഗുഡ് ഈവനിങ് ഓൾ. ഞാനൊരു ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലാണോ നടക്കുന്നത്? മീറ്റിങ്ങുകൾ ഓൺലൈനിൽ, സെമിനാറുകൾ ഓൺലൈനിൽ, എന്തിന് ക്ലാസ്സസ് പോലും ഓൺലൈനിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ സെഷനുകളൊക്കെ ഒരു മാസ് ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. OBS എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ഒരു ഗൂഗിൾ മീറ്റിലെ ഒരു ചെറിയൊരു സെഷൻ ഞാൻ യൂട്യൂബിൽ ലൈവായി ബ്രോഡ്കാസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നതിന് ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് സ്ട്രീമിംഗ് എനേബിൾഡ് ആണോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് അതിൽ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ ചാനൽ സെറ്റിങ്സ്, അതിൽ ഫീച്ചർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. അതിൽ രണ്ടാമത് കിടക്കുന്നത് വീഡിയോസ് ഓവർ 15 മിനിറ്റ്സ്, കസ്റ്റം തംബ്നെയിൽസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഫോൺ വെരിഫിക്കേഷൻ ആവശ്യമുള്ളതാണ്. അത് ഈ യൂട്യൂബ് ചാനലിൽ എനേബിൾഡ് ആണ്. നിങ്ങളുടെ കയ്യിൽ അത് എനേബിൾഡ് ആയിരിക്കില്ല, കാരണം ഫസ്റ്റ് ടൈം ലൈവ് സ്ട്രീമിംഗ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഫോൺ നമ്പർ വെരിഫൈ ചെയ്ത് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫോൺ നമ്പർ, ഇതിപ്പോൾ ഫോൺ നമ്പർ വെരിഫൈഡ് ആണ്, എനേബിൾഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇതിൽ ഇവിടെ വെരിഫൈ ഫോൺ നമ്പർ എന്നൊരു ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് ഒരു വെരിഫിക്കേഷൻ കോഡ് ഫോൺ നമ്പറിൽ മെസ്സേജായിട്ട് വരും. ആ വെരിഫിക്കേഷൻ കോഡ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈവ് സ്ട്രീമിംഗ് റിക്വസ്റ്റ് അവർ പ്രോസസ്സ് ചെയ്യും. യൂഷ്വലി 24 hours ഇതിന് യൂട്യൂബ് എടുക്കുന്ന സമയം. അപ്പോൾ നമുക്ക് ഈ റിക്വസ്റ്റ് പോസ്റ്റ് ചെയ്ത ശേഷം 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിവിടെ വന്ന് ഈ ടാബിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഫീച്ചർ എനേബിൾഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലൈവ് സ്ട്രീമിംഗ് ഫെസിലിറ്റി നമ്മുടെ യൂട്യൂബ് ചാനലിൽ എനേബിൾഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് OBS സ്റ്റുഡിയോ ആണ്. അത് ഫ്രീ ആയിട്ട് നമുക്ക് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ എടുത്തിട്ട് ഡൗൺലോഡ് OBS സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് വരും. ആ ഡൗൺലോഡ് പേജിൽ പോയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്ത് ആ ഇൻസ്റ്റാളർ വഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാത്തത്. ഓക്കെ, നമുക്കൊരു ഷോർട്ട് ഗൂഗിൾ മീറ്റ് സെഷൻ ഒന്ന് OBS ഉപയോഗിച്ച് യൂട്യൂബ് ചാനലിൽ ലൈവ് സ്ട്രീം ചെയ്ത് നോക്കാം. ആദ്യം ഒരു ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലൈവ് സെഷനാണ്, ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ലക്ഷ്മി. ഹായ്, ഹലോ. ഓക്കെ, ഇനി നമുക്ക് OBSൽ വന്നിട്ട് OBSന് ഇത് ക്യാപ്ചർ ചെയ്യുന്ന വിൻഡോ ഏതാണെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ സോഴ്സിൻ്റെ താഴെ പ്ലസ് ബട്ടൺ കണ്ടോ, അതിൽ വിൻഡോ ക്യാപ്ചർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഗൂഗിൾ മീറ്റിൻ്റെ വിൻഡോ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ അതിനൊരു പേര് കൊടുക്കുക, Gmeet എന്നൊരു പേര് കൊടുക്കുക. ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ വിൻഡോ വന്നിട്ടുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ OBS ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ മീറ്റിൻ്റെ വിൻഡോ ആണ്. ഇനി നമുക്ക് OBSനോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് സ്ട്രീം ചെയ്യുന്നതിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിനൊന്ന് യൂട്യൂബിൽ വരിക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ക്രിയേറ്റിൻ്റെ ഇടയിൽ ഗോ ലൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് നേരെ പോകുന്നത് നമ്മുടെ ലൈവ് സ്ട്രീം ഡാഷ്ബോർഡിലേക്കാണ്. അപ്പോൾ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ സെറ്റിങ്സൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സ്ട്രീം സെറ്റിങ്സ്. സ്ട്രീം സെറ്റിങ്സിൻ്റെ അടിയിൽ ഒരു സ്ട്രീം കീ കാണുന്നുണ്ട്. ഈ കീ നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് OBSൽ അതിൻ്റെ ടാബിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നാലാണ് OBSന് ഇത് സ്ട്രീം ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്ട്രീം കീ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് OBSൽ വരിക. OBSൽ വന്ന് സെറ്റിങ്സിൽ പോവുക. സ്ട്രീമിൻ്റെ അടിയിൽ ഇവിടെ സ്ട്രീം കീ സർവീസ് കാണുന്നുണ്ട് യൂട്യൂബിൽ നിന്ന്.
സെർവറിൻ്റെ പേരൊരെണ്ണം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ സ്ട്രീം കീ, ഇത് വേറെ ഏതോ സ്ട്രീം കീ ആണ്. ഇത് നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്യാപ്ചർ ചെയ്ത സ്ട്രീം കീ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തു. ഓക്കെ. ഇപ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ മീറ്റിൻ്റെ ലൈവ് സെഷൻ ലൈവായിട്ട് യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കൺട്രോൾസിൻ്റെ ഇടയിൽ സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ലൈവ് സ്ട്രീമിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. നിങ്ങൾക്ക് കാണാം ഈ OBSൽ സ്റ്റാറ്റസ് ലൈവ് കാണിക്കുന്നുണ്ട്, സെക്കൻഡ്സ് കൗണ്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ട്രാൻസ്ഫർ റേറ്റ് കാണാം. ഇനി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒന്ന് പോയി നോക്കാം. നമ്മുടെ യൂട്യൂബിൻ്റെ ഡാഷ്ബോർഡിൽ കാണാം നമ്മുടെ വീഡിയോ അവിടെ ലൈവ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ഇവിടെ എൻഡ് സ്ട്രീം അടിച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. എൻഡ് അടിച്ചു. OBSൽ വന്നിട്ട് സ്റ്റോപ്പ് സ്ട്രീമിംഗ് അടിക്കുക. ഇപ്പം നമ്മൾ ഈ ചെയ്ത ഒരു ഷോർട്ട് ഗൂഗിൾ മീറ്റിൻ്റെ സെഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവായിട്ട് പോയിട്ടുണ്ട്. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസിലൊന്ന് പോയി നോക്കാം. യൂട്യൂബിൽ വന്നു യുവർ ചാനൽ വീഡിയോസ്, നമുക്കിവിടെ ഫസ്റ്റായിട്ട് കാണാം നമ്മളിപ്പോൾ സ്ട്രീം ചെയ്ത വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഈ OBSൽ സ്റ്റാറ്റസ് ലൈവ് കാണിക്കുന്നുണ്ട്, സെക്കൻഡ്സ് കൗണ്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ട്രാൻസ്ഫർ റേറ്റ് കാണാം. അപ്പോൾ നമ്മൾ ചെയ്ത ആ ഷോർട്ട് ഗൂഗിൾ മീറ്റിൻ്റെ സെഷൻ സക്സസ്ഫുള്ളായിട്ട് യൂട്യൂബിൽ ലൈവായി സ്ട്രീം നടന്നു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും. താങ്ക് യു.